എല്ലാവർക്കും നമസ്കാരം. ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് റൈസ് റെസിപ്പി കണ്ടു നോക്കിയാലോ? അതിനായി ഒരു സവാള, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില. ആദ്യം ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ്, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഇവിടെ നെയ്യ് ഉപയോഗിച്ചു. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ് ഇവയെല്ലാം കൂടി ചേർത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള, പച്ചമുളക്, കറിവേപ്പില ഇവയൊക്കെ ചേർത്ത് സവാള ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിനായി നമ്മൾ ഉപ്പും കൂടി ചേർത്ത് വഴറ്റുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിനുശേഷം മസാലകളായ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജീരകം, കുരുമുളക് ചേർക്കേണ്ടവർക്ക് കുരുമുളകും കൂടി ചേർക്കാൻ ഞാനിവിടെ ചേർത്തിട്ടില്ല. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് ഒരു 5-6 വിസിലടിച്ച് വേവിച്ചെടുത്തിരിക്കുന്ന രാജ്മ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച്, രാജ്മ അഥവാ കിഡ്നി ബീൻസ് എന്നും പറയും, ഇവ ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിച്ച് അല്പസമയം അടച്ച് വെച്ച് ശേഷം പിന്നീട് വേവിച്ച് വെച്ച ചോറ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അല്പസമയം കൂടി ഒന്ന് ചൂടാക്കിയെടുത്തു കഴിഞ്ഞാൽ രുചികരമായ രാജ്മ റൈസ് തയ്യാറായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ നന്നായി ഇത് ഇഷ്ടപ്പെടും. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അല്പം കസൂരി മേത്തി കൂടി ഇട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൂടി കിട്ടും. ഞാനിവിടെ കസൂരി മേത്തി ചേർത്താണ് രാജ്മ റൈസ് ഉണ്ടാക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.